നമസ്കാരം. കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യ അങ്ങേയറ്റം മാനുഷികമായ ഒരു പരിഗണന പാകിസ്ഥാനോട് കാട്ടിയിരുന്നു. ഏഷ്യൻ മേഖലയിലൊക്കെ തന്നെ കനത്ത മഴ വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ വലിയ മഴയ്ക്കും കാറ്റിനുമെല്ലാം സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ്. 1960കളിൽ ഇക്കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ധാരണയിലെത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്താണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം നടപ്പിലാക്കിയത്. പക്ഷേ ഇത്തവണ അതിന് പകരം ഇന്ത്യ നയതന്ത്ര തലത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇക്കാര്യം ഇപ്പോഴും ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു പുനർനിർമ്മിതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്കങ്ങനെ സംഭവിച്ചു എന്ന് പറയാനും കഴിയുകയില്ല. പാകിസ്ഥാനിൽ കഴിഞ്ഞ ജൂണിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ തന്നെ ഏതാണ്ട് 800ഓളം പേർ മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം തന്നെ ജമ്മു കാശ്മീരിലും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത് നമുക്കറിയാം. പക്ഷേ ഇന്ത്യ തികഞ്ഞ മാനുഷിക പരിഗണനയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പല നഗരങ്ങളിലൊക്കെ തന്നെ മഴയും കൊടുങ്കാറ്റും ഒക്കെ വൻ തോതിലുള്ള നാശനഷ്ടമാണ് വരുത്തി വെച്ചത്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതുകൊണ്ട് കൂടി ആയിരിക്കാം ഈ വിവരം അവരെ അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് അന്ന് ഇന്ത്യ നൽകിയത്. ഇന്ത്യയിലെ വിനോദസഞ്ചാരികളെ വധിക്കാൻ തീവ്രവാദികളെ പറഞ്ഞയച്ച പാകിസ്ഥാന് കണക്കിന് തന്നെ നൽകാൻ ഇന്ത്യക്ക് അന്ന് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങൾ വരെ ഇന്ത്യ അന്ന് ആക്രമിച്ച് തകർത്തിരുന്നു. ഒടുവിൽ മിനിറ്റുകൾ നീണ്ടു നിന്ന ആക്രമണത്തിലൂടെ ഇന്ത്യ അതിശക്തമായ തോതിലുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. ഒടുവിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പോലും കഴിയാതെ വന്നു. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ച മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ ഇന്ത്യയുടെ സ്വന്തം S-400 മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കുകയും കൂടി ചെയ്തതോടെ പാകിസ്ഥാന് പിന്നെ നിൽക്കക്കള്ളില്ലാത്ത അവസ്ഥയിലായി മാറി. ഇതിനായിട്ടാണ് അവർ അമേരിക്കയുടെ സഹായം തേടിയത്. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപും മറ്റും ഇക്കാര്യത്തിൽ ഇടപെടാൻ വന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഗതികേട് മനസ്സിലാക്കിയ ഇന്ത്യ ഒടുവിൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ വെടിനിർത്തലിനൊക്കെ പിന്നിലും സമാധാനം പുനഃസ്ഥാപിച്ചതിന് പിന്നിലും താനാണ് എന്ന് നിരന്തരമായി ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീരവാദം മുഴക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മൂന്നാമതൊരു ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആപത്തുണ്ടാകുന്നത് ഒഴിവാകുക എന്നുള്ള ഉദ്ദേശത്തോടു തന്നെയായിരിക്കും ഇന്ത്യ നല്ല ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ കനത്ത മഴ വീണ്ടും വരികയാണ്, നിങ്ങൾ കരുതിയിരിക്കുക, മുൻകരുതലെടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ മനുഷ്യത്വപരമായ ഈ ഒരു നീക്കം പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയായിട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.